ഇന്നത്തെ നമ്മുടെ സംസാര വിഷയമെല്ലാം വിവാഹം കഴിഞ്ഞ മക്കളുടെ ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് എവിടെ വരെ ഇടപെടാം, എത്രമാത്രം ഇടപെടാം, എന്തൊക്കെ കാര്യങ്ങളിൽ ഇടപെടാം. നമുക്ക് തോന്നുന്നു ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാതിരിക്കുന്നു. പ്രത്യേകിച്ച് ചെറുക്കൻ്റെ പേരൻസും പെണ്ണിൻ്റെ പേരൻസും. അത് നമുക്ക് ഈ ചെറുക്കൻ്റെ പേരൻസിനെ പറ്റി തന്നെ ചിന്തിക്കാം. ചെറുക്കൻ്റെ പേരൻസോട് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളൊരു വാക്ക് ഇതാണ്: ദയവ് ചെയ്ത് നിങ്ങളുടെ മകന് നിങ്ങൾ വേണ്ട ബഹുമാനവും ആദരവും വീട്ടിൽ കൊടുക്കേണ്ട സ്ഥാനവും തീർച്ചയായിട്ടും കൊടുക്കണം. ഒരു മകനെന്ന നിലയിൽ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ എങ്കിൽ മാത്രമേ വന്നു കയറുന്ന പെൺകുട്ടിക്കും ഈ ബഹുമാനവും ആദരവും കൊടുക്കുവാൻ തോന്നത്തുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാം പാഠം തന്നെയാണ്. മകന് നിങ്ങൾ വേണ്ട പരിഗണനയും ബഹുമാനവും അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കുട്ടികൾക്ക് സ്പേസ് ഉറപ്പായിട്ട് കൊടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട്. കല്യാണം കഴിയുമ്പോഴത്തേക്ക് ഈ പ്രത്യേകിച്ച് ഹണിമൂൺ ദിവസങ്ങളിലൊക്കെ ഇവർ പുറത്തൊക്കെ പോകാൻ നേരത്തൊക്കെ ഉറപ്പായിട്ട് ചോദിക്കും, അപ്പനും അമ്മയോടൊക്കെ ചോദിക്കും, വരുന്നോ, നമുക്കൊരു സിനിമയ്ക്ക് പോകാമെന്നൊക്കെ പറയും. അല്ലെങ്കിൽ നമുക്കൊരു യാത്ര പോകാം, ഞങ്ങൾ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഭക്ഷണം കഴിക്കാൻ പോകാം. അപ്പം ചാടിക്കറി പോവല്ലേ, വരാമെന്ന് പറഞ്ഞ് ഓടിപ്പോയി കാറേ കയറി ഇരിക്കല്ലേ. അതൊക്കെ അവർ ചുമ്മാ വിളിക്കുന്നതാണ്. അവർ വരരുതേ എന്ന് കരുതി തന്നെ വിളിക്കുന്ന. ചാടിക്കിറങ്ങി ഇരിക്കുവാണെങ്കിൽ അവർ വിട്ടുപോകത്തില്ലേ? അവർക്ക് അവരുടെ പ്രൈവസി വേണ്ടേ? ഇന്നലെ വരെ നിങ്ങളുടെ മകൻ്റെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളായിരിക്കും തീരുമാനമെടുത്തിരുന്നത്, നിങ്ങളായിരിക്കും മുൻപിൽ നിന്നത്. ഇന്ന് അങ്ങനെയല്ല, മറ്റൊരു വ്യക്തി കൂടിയുണ്ട്. ആ വ്യക്തി കൂടി സ്പേസ് കൊടുക്കണം. അവരൊന്ന് വളരട്ടെ, അവരൊന്ന് ജീവിച്ച് സ്വന്തമായിട്ട് കാര്യങ്ങൾ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് തെറ്റിയൊക്കെ തന്നെ പഠിക്കട്ടെ. ഇതാണ് ആദ്യമായിട്ട് തന്നെ ചെറുക്കൻ്റെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം. അതുപോലെ തന്നെ പെൺകുട്ടിയുടെ മാതാപിതാക്കളോട്, പ്രത്യേകിച്ച് അമ്മമാരോട് നിങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് കാണുന്ന വലിയൊരു രോഗമുണ്ട്, പ്രത്യേകിച്ച് ഈ മൊബൈലൊക്കെ വളരെ ഇതായി കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും റണ്ണിങ് കമൻ്ററി പോലെയാണ്. രാവിലെ മുതൽ രാത്രി വരെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ പെൺകുട്ടി വിളിച്ച് പറയുന്നത്. എപ്പോഴും മുറിക്കുന്ന കുടുകുടുകൂടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് ചില ആണുങ്ങളൊക്കെ പറയുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രത്യേകിച്ച് അമ്മമാരെ, ദയവ് ഇത് പ്രോത്സാഹിപ്പിക്കരുത് കേട്ടോ. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അഭിപ്രായം പറയാനും പോകരുത്. അത് വേറൊരു വീടാണ്, നിങ്ങളുടെ വീടല്ല. നിങ്ങളുടെ വീട്ടിലെ പോലെ അല്ല അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് മറ്റൊരു കൾച്ചറിൽ നടക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വളർന്നു പോകുന്ന സാഹചര്യം വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്ത് തീരുമാനം പറയാൻ പറ്റും. അതുകൊണ്ട് തീരുമാനം പറയാതിരിക്കണമെങ്കിൽ ദയവ് ചെയ്ത് ഇത് പ്രോത്സാഹിപ്പിക്കരുത്. അവർ തന്നെയൊക്കെ ചെയ്യട്ടെ കുറേ കാര്യങ്ങൾ, അവർ പഠിക്കട്ടെ, മകൾ കുറച്ചുകൂടെയൊക്കെ മച്ചുർ ആവട്ടെ. അങ്ങനെ അതുപോലെ തന്നെ എനിക്ക് കല്യാണം കഴിഞ്ഞ മക്കളോട് എനിക്കൊരു വാക്കുകൂടി ഞാൻ ചേർത്ത് പറയാനുണ്ടേ. ദയവ് ചെയ്ത് പ്രത്യേകിച്ച് പെൺമക്കളും ഒന്നും ഈ നിങ്ങളുടെ മുറിയിൽ നടക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ 4 ഭിത്തിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും എല്ലാം പുറത്ത് വിളിച്ച് പറയരുതേ. അത് വലിയ മണ്ടത്തര. നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇപ്പോൾ പുറത്തുനിന്ന് സഹായം ലഭിക്കും, പുറത്തുനിന്ന് പ്രത്യേകിച്ചൊരു ഒപ്പീനിയൻ കിട്ടും. നോ, കിട്ടാൻ പോകുന്നതൊക്കെ വന്ന അബദ്ധങ്ങളൊക്കെ ആയിരിക്കും. നിങ്ങളിപ്പോൾ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു അബദ്ധങ്ങളും അല്ലെങ്കിൽ പറ്റുന്ന കൺഫ്യൂഷൻസും ചില തർക്കങ്ങളൊക്കെ പുറത്തു പോയി ചോദിക്കുമ്പോൾ നാട്ടുകാരൊക്കെ അറിയുക. പിന്നീട് നിങ്ങൾക്ക് 2 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു, നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ കഴിഞ്ഞു. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളിപ്പോഴും പ്രശ്നക്കാർ തന്നെ. അതുകൊണ്ട് ആവശ്യമില്ലാത്തൊക്കെ എല്ലായിടത്തും കൂടെ വിളമ്പി കൊടുക്കരുതേ. മാതാപിതാക്കൾ കൊടുക്കേണ്ട ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ ഉറപ്പായിട്ട് പാലിക്കണം നിങ്ങളുടെ കുടുംബം പുതുതായിട്ട് പണിതുയർത്തുമ്പോൾ. അതുപോലെ തന്നെ മാതാപിതാക്കൾക്കുള്ള ഒരു ചെറിയൊരു സന്ദേശം ഇതാണ്: നിങ്ങൾ എല്ലാത്തിനും ചെവി കൊടുക്കാൻ പോകണ്ട, എല്ലാത്തിനും ഉത്തരം പറയാനും പോകണ്ട. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ, മറിച്ച് കേൾക്കുമ്പോൾ കേൾക്കാതെ കുറേയൊക്കെ വിട്ട് കളഞ്ഞിട്ട് പ്രാർത്ഥിക്കും. അല്ല എന്തെങ്കിലുമൊക്കെ അവർ പറയുമ്പോഴത്തേക്ക് ഞാൻ പ്രാർത്ഥിക്കാം, അത് മതി. നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയമല്ല. പ്രാർത്ഥിക്കാം. അത് തന്നെ പ്രാർത്ഥന തന്നെയാണ് ഇവിടെയുള്ള സകലമായ പ്രശ്നങ്ങൾക്ക് ഉത്തരം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിശബ്ദതയാണല്ലോ. നിശബ്ദത ഇരിക്കുമ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങൾക്ക് പ്രശ്നം നമ്മുടെ കയ്യിൽ തന്നെ മനസ്സിലാകും. അവിടെ തന്നെ ഉത്തരവും വന്നു തുടങ്ങും. പ്രാർത്ഥിച്ചാൽ മതി. അത്യാവശ്യ ഘട്ടം വന്നാൽ മാത്രം ഇടപെടുമ്പോഴൊക്കെ വളരെ വിവേകത്തോടെ ഇടപെടും. തല്ലാനും കൊല്ലാനും പോകുന്ന രീതിയിലല്ലല്ലോ നമ്മുടെ മക്കളെയല്ലേ കെട്ടിച്ച് വിട്ടേക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സ്നേഹത്തിലും കരുണയിലും ബന്ധം കൂട്ടിയോജിപ്പിക്കാനെന്ന ചിന്തയിൽ മാത്രം ഇടപെടണം, പൊട്ടിക്കാനെന്ന രീതിയിലല്ല. നമ്മളിവിടെ നിൽക്കുന്നത് കുടുംബത്തെ തകർക്കാൻ വേണ്ടിയല്ലോ, കുടുംബത്തെ ചേർക്കാൻ വേണ്ടിയല്ലേ. നമ്മുടെ മക്കൾ സ്നേഹത്തോടെ അല്ലേ അവിടെ ജീവിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് മാതാപിതാക്കളെ, ഇനിയുള്ള എൻ്റെ ചില കുഞ്ഞു കുഞ്ഞു അപേക്ഷകളൊക്കെയാണ്. ദയവ് ചെയ്ത് ഒരു പെൺകുട്ടി ഒരു പുതിയ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ട് വരും, പ്രത്യേകിച്ച് അമ്മായിപ്പനും അമ്മായിയമ്മയൊക്കെ പറയാൻ സാധ്യതയുള്ള ചില സ്ഥിരം കമൻറ്റുകളൊക്കെ ഉണ്ട്. ഈ വീട്ടിൽ ചില നടപടികളൊക്കെ ഉണ്ട്, ചില ചിട്ടകളൊക്കെ ഉണ്ട്, ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അനുസരിച്ച് പോകണമെന്ന്. ഇതെന്താ ജയിൽ വല്ലതും ആണോ? അതുപോലെ ഹോസ്റ്റലിലേക്ക് വല്ലതും വന്നത് ഈ നിയമങ്ങളും ചട്ടങ്ങളൊക്കെ പാലിച്ചവിടെ ജീവിക്കാൻ. അപ്പോൾ ആ കുട്ടിക്കും ഇല്ല ചില നിയമങ്ങളൊക്കെ. പരസ്പരം ബഹുമാനിക്കുക എന്നുള്ളത് തന്നെ പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ആവശ്യമില്ലാതെ നിയമങ്ങളും ചട്ടങ്ങളും ഇവിടെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അടിച്ചേൽപ്പിക്കുമ്പോൾ ആ കുട്ടിക്ക് എന്തുമാത്രം ഇൻസെക്യൂരിറ്റി ആയിരിക്കും ഫീൽ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ മക്കളോടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? നിങ്ങളുടെ പെൺമക്കൾ മറ്റൊരു വീട്ടിലേക്ക് എത്തിച്ചു വിടുമ്പോൾ അവരോട് എത്രമാത്രം കാരുണ്യത്തോടും ദയോടുമാണ് അവരുടെ മാതാപിതാക്കൾ പെരുമാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് തന്നെ ഇവിടെ കൊടുക്കുക. കർത്താവ് തന്നെ പറഞ്ഞത്, നിങ്ങൾക്ക് എങ്ങനെ കിട്ടാൻ ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങൾ ഇവിടെ കൊടുക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് ഒരു ചെറിയ സജഷൻ ഉള്ളതാണ്. പ്രത്യേകിച്ച് അമ്മമാരൊക്കെ പറയാറുണ്ട്, പെൺകുട്ടിക്ക് ഒരു മച്യൂരിറ്റി ഇല്ല, അല്ലെങ്കിൽ അമ്മായിമ്മ പറയും അവനൊരു മച്യൂരിറ്റി ഇല്ല ചെറുക്കന്. എന്ത് മച്യൂരിറ്റി നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് എന്നാ ഈ മച്യൂരിറ്റി ഉണ്ടായേ? നിങ്ങൾ ഈ മച്യൂരിറ്റി എന്നൊക്കെ ഉദ്ദേശിക്കുന്ന കല്യാണം കഴിഞ്ഞ് 5ഉം 10ഉം വർഷമൊക്കെ കഴിഞ്ഞ് ഒരാൾ കാണിക്കേണ്ട ചില പക്വമായ തീരുമാനങ്ങളും പെരുമാറ്റങ്ങളൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ കല്യാണം കഴിഞ്ഞ 1-2 മാസം കഴിഞ്ഞൊരു വ്യക്തിയിൽ നിന്നും.
നോ പ്ലീസ്. അവർക്ക് സമയം കൊടുക്ക്. അവർ തെറ്റൊക്കെ ചെയ്തും കുറച്ച് പൊട്ടത്തരങ്ങളൊക്കെ കാണിച്ചും മണ്ടത്തരങ്ങളൊക്കെ കാണിച്ച് അവരുടെ മച്യൂരിറ്റിയിലേക്ക് അവർ വരട്ടെ. ഇറ്റ്സ് എ ഗ്രോയിങ് ഫാക്ടർ. ഇത് ഒരു വളർച്ചയല്ലേ. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് ആവശ്യമില്ലാത്ത കമൻറ്റുകൾ വെച്ച് ആദ്യമേ തന്നെ അവരുടെ ആത്മവിശ്വാസവും അവരുടെ സ്വസ്ഥമായ ഗൃഹജീവിതവും നശിപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ ആൺകുട്ടിയുടെ അമ്മയൊക്കെ ചിലപ്പോഴൊക്കെ ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, നിനക്കൊരു ആണത്തില്ലടാ, അവൾ നിന്നെ ഭരിക്കാൻ തുടങ്ങി, അവളാണ് എന്നെ ഭരിക്കുന്നത്, അല്ല അവളാണോ തീരുമാനം എടുക്കണ്ടേ, നിനക്ക് ആണത്തില്ലേ, അവളെ മര്യാദ പഠിപ്പിക്കുക, അല്ല അവളെ കുറച്ച് ദിവസം വീട്ടിൽ കൊണ്ടാക്ക്. ഞാൻ എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ടെന്നറിയാമോ? പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരൊക്കെ വിഷമത്തോടെ ഇതൊക്കെ പറയുന്നത്. അവർക്കാണെങ്കിൽ തിരിച്ച് അമ്മയായതുകൊണ്ട് അമ്മയോടോ അപ്പനോട് തിരിച്ചൊന്നും കട്ടിക്ക് പറയാനും പറ്റില്ല. എന്താ ഭാര്യനെ സംരക്ഷിക്കുകയും വേണം. ഇത് നടുക്കുന്നു ഉരുകുന്ന ഈ പിള്ളേരല്ലേ. ദയവ് ചെയ്ത് നിങ്ങൾ എന്താണ് ഈ ആണത്തം മര്യാദ പഠിപ്പിക്കുന്നത് ഉദ്ദേശിക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞു വെച്ചില്ലേ, നമ്മൾ കുടുംബം സൃഷ്ടിക്കപ്പെട്ടത്, കൂദാശ ചെയ്യപ്പെട്ടത് ഒരുമിച്ച് നിൽക്കാനാണ് അവസരം വരെ. അതുകൊണ്ട് തന്നെ അവരെ ചേർത്ത് നിൽക്കാവുന്ന ചിന്തകളും പ്രാർത്ഥനകളും സ്വപ്നങ്ങളൊക്കെ കൊടുക്കണം. അല്ലാണ്ട് പൊളിച്ചെടുക്കാനോ മര്യാദ പഠിപ്പിക്കാനോ. ആരെങ്കിലും ഈ നാട്ടിൽ എവിടെയെങ്കിലും ആർഗ്യൂ ചെയ്തിട്ടോ വാശി പിടിച്ചിട്ടോ സംസാരിച്ചിട്ടോ ജയിച്ചതായിട്ട് ചരിത്രമുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും തല്ലി പഠിപ്പിച്ചുകൊണ്ട് പഠിച്ചതായിട്ട് ചരിത്രമുണ്ടോ? അതൊക്കെ സിനിമയിലും കോടതികളിലും മാത്രമല്ലേ ആർഗ്യുമെന്റ്സിലൂടെ വിജയിക്കുന്നുള്ളൂ. ഇത് ജീവിതമല്ലേ. മക്കളെ വിട്ടുകൊടുക്കാനും സ്നേഹിക്കാനും ക്ഷമിക്കാനും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ അല്ലേ നമ്മൾ പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ ദോഷകരമായ കമൻറ്റുകളും ആവശ്യമില്ലാത്ത വിവേകമില്ലാത്ത പ്രവൃത്തികളും മാറ്റിവെക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട ഏറ്റവും വലിയ ഇടപെടൽ. ഇതെല്ലാം പറയുന്നത് ഇങ്ങോട്ട് ഇടപെടേണ്ട എന്ന് തന്നെയാണ് കേട്ടോ. പല കാര്യങ്ങളും അത്യാവശ്യം വന്നാൽ മാത്രം ഇടപെടുക. അത് നിങ്ങൾ ഇടപെടാതെ അല്പം കൂടി പ്രാർത്ഥിക്കുന്ന, അല്പം കൂടി പക്വതയുള്ള, സംസാരിക്കുമ്പോൾ വിവേകപരമായി മാത്രം സംസാരിക്കാൻ സാധ്യതയുള്ള നിങ്ങളുടെ തന്നെ ബന്ധുജനങ്ങളോ അല്ലെങ്കിൽ വൈദികരോ സന്യസ്തരോ ഒക്കെ ഉണ്ട്, അവരെ ഒന്നുകൊണ്ട് ഇടപെടുത്ത്. അപ്പോൾ എത്ര മനോഹരമായിട്ട് കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാവും. അവസാനമായിട്ട് എനിക്ക് പെൺകുട്ടികളുടെ മാതാപിതാക്കളോട് ഒരു വാക്ക് പറയാനുണ്ട്. ദയവ് ചെയ്ത് ആവശ്യമില്ലാത്ത ആത്മവിശ്വാസം നിങ്ങളുടെ പെൺമക്കൾക്ക് നിങ്ങൾ കൊടുക്കരുത്. പ്രത്യേകിച്ച് കല്യാണത്തിന് ശേഷം ചെറുക്കൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ചെറുക്കനോട് പ്രശ്നം ഉണ്ടായെന്ന് ഫോൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യം പറയുന്നത്, അങ്ങനെയാണോ, എന്നാൽ ഇങ്ങോട്ട് പോര്, എൻ്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഞാൻ നോക്കിക്കോളാം നിന്നെ, നമുക്ക് ഡിവോഴ്സ് മേടിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ദേവി ഇത് പ്രോത്സാഹിപ്പിക്കരുത്. അത് കേട്ടിട്ട് ആ മണ്ടമാക്ക് കേട്ട് പെൺമക്കളെ ദേവി ഇത് ഇറങ്ങിപ്പോവുകയും ചെയ്യരുത്. പോയവരൊക്കെ പെട്ടുപോയിട്ടേ ഉള്ളൂ. അവർക്ക് എത്ര നാൾ നിങ്ങൾ നോക്കാൻ പറ്റും? എത്ര നാൾ സംരക്ഷിക്കും? കുറച്ച് നാൾ ചോദിക്കും പോകുന്നില്ലേ എന്ന് തന്നെ ചോദിക്കും. പ്രിയപ്പെട്ട മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പെൺമക്കൾക്ക് തെറ്റാണോ ശരിയാണോ എന്ന് പോലും ചിന്തിക്കാതെ അവരുടെ സൈഡിൽ നിൽക്കുന്നത്? കാര്യം എന്നറിയാമോ? ഇത് നമ്മുടെ അകത്ത് തൊടുന്നതുകൊണ്ടാണ്. നമ്മൾ വളർത്തി വലുതാക്കിയ പെൺകുട്ടിക്ക് തെറ്റുപറ്റാനോ അവളവിടെ അടിമത്തം അനുഭവിക്കാനോ അവളവിടെ വേദനിക്കാനോ പറ്റില്ല. അതാണ് പ്രശ്നം. ഇത് നമ്മുടെ അകത്ത് തൊടുന്നതുകൊണ്ടാണ് നമ്മുടെ മക്കളെ ബലിയാടാക്കിയിട്ട് പോരാൻ വേണ്ടി പറയുന്നത്. ദൈവം ഇത് അങ്ങനെയൊക്കെ പറയാവോ? അതാണോ പറയേണ്ടത്? വളരെ കുഴപ്പമില്ല, അച്ഛൻ പ്രാർത്ഥിക്കാം, അമ്മ പ്രാർത്ഥിക്കാം, ഒത്തിരി പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ തുടക്കമല്ലേ, തെറ്റുകളൊക്കെ പറ്റും, ഞങ്ങൾക്കും പറ്റിയിട്ടുള്ളതല്ലേ, തെറ്റിൽ നിന്നല്ലേ നമ്മൾ പഠിക്കേണ്ടത്. അത്രയ്ക്ക് മനോഹരമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ത് നല്ല ആത്മവിശ്വാസം കൊടുക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ഇറങ്ങിപ്പോരും, ഞാൻ നോക്കിക്കോളാം, നമുക്ക് കോടതി കാണാം, നമുക്ക് ചോദിക്കാനും പറയാൻ ആളുണ്ട്. കുറേ പൊട്ട സീരിയലും കണ്ട് പഞ്ച് സിനിമാ ഡയലോഗ് ഒക്കെ വെക്കുന്നതൊക്കെ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം തകർന്നു പോകത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഒത്തിരി മാതാപിതാക്കൾക്ക് ഒരു ഉണർത്തുപാട്ടാവട്ടെ. എവിടം വരെ പോകാം, എത്രമാത്രം ഇടപെടാം, ഏതൊക്കെ കാര്യങ്ങളിൽ ഇടപെടാം, മാക്സിമം ഇടപെടാതിരിക്കുക. അത്യാവശ്യം വന്നാൽ മാത്രം ഇടപെടുക. മാറി ഇന്ന് പ്രാർത്ഥിക്കുക, കരം പിരിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ കുടുംബത്തെ, എല്ലാ കുറവുകളുള്ള കുടുംബത്തെ, എല്ലാ ബലഹീനതയുള്ള കുടുംബത്തെ സ്വർഗത്തിൻ്റെ ശക്തി കൊണ്ട് ഉയർത്തി നിർത്തണമേ. ഈ ബലഹീനതകളുടെ നടുവിൽ, കുറവുകളുടെ നടുവിൽ, കലഹങ്ങളുടെ നടുവിൽ സ്വർഗത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ കൃപ അയച്ചു കൊടുത്ത് ഞങ്ങളുടെ മക്കളെ വിശുദ്ധിയിൽ യൗസേപ്പിനെയും മാതാവിനെയും പോലെ വളർത്തണേ. ഈ ഒരു പ്രാർത്ഥന മതി ഏറ്റവും വലിയ ഇടപെടലായി.